പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധവനെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന ചാനലിലൂടെ ദിവസേന ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യരായ ദൈവമക്കളോടും സ്നേഹിതരോടും സഹോദരങ്ങളോടും വന്ദനം പറയുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. യഹോവ എന്നോട് കരുണയുണ്ടാകണമേ, മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. സങ്കീർത്തനക്കാരനായ ദാവീദ് വളരെ ഹൃദയസ്പർശിയായ ഒരു വേദഭാഗമാണ് നമ്മെ കേൾപ്പിക്കുവാനിടയായിത്തീർന്നത്. തൻ്റെ ജീവിതത്തിലുടനീളം അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കണ്ട് തൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് താൻ വിളിച്ചു പറയുകയാണ്, മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അനേകം പ്രാവശ്യം ഒട്ടനവധി സമയങ്ങളിൽ തൻ്റെ നേരെ മരണത്തിൻ്റെ വാതിലുകളിൽ ഓപ്പണാക്കി തന്നെ മരണത്തിലേക്ക് തള്ളിവിടുവാൻ അനേക വിഷയങ്ങൾ ഒരുങ്ങിയതാണ്. എന്നാൽ അതിനകത്തു നിന്നും അഭിഷേകം വീണതു മുതൽ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അവനെ സംരക്ഷണം ചെയ്യുന്നൊരു ദൈവത്തിൻ്റെ സംരക്ഷണ വലയം അവനോട് കൂടെ ഇരിക്കുന്നതായിട്ട് വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഇയ്യോബിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്കറിയാം, ഇയ്യോബിൻ്റെ സകലതും നഷ്ടപ്പെട്ട്, തൻ്റെ കുടുംബം നഷ്ടപ്പെട്ട്, തലമുറകൾ നഷ്ടപ്പെട്ട്, തൻ്റെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ട്, സ്വത്തുകൾ നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട്, എന്തിനേറെ പറയും തൻ്റെ ശരീരം വരെയും തകർന്ന് മരണത്തിൻ്റെ വാതിലുകൾ തൻ്റെ മുമ്പിലേക്ക് കൊട്ടി തുറന്നു വരുന്നൊരു സാഹചര്യം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇയ്യോബ് ആ സമയത്തും പറയുന്നൊരു പദമുണ്ട്, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്ന് പറഞ്ഞാൽ മരണം തന്നെ മാടി വിളിക്കുമ്പോൾ പോലും ദൈവത്തോടുള്ള പ്രതീക്ഷയും പ്രത്യാശയും കൈവിടാത്തൊരു ക്രിസ്തു ഭക്തൻ, ഒരു യഹോവ ഭക്തനെയാണ് ഇയ്യോബിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകായിരം പേരുടെ ഹൃദയത്തിനകത്ത് വേദനാജനകമായ ഭാഗങ്ങൾ, അല്ലെങ്കിൽ വേദനയോട് അവർ പറയും, മരണം പലപ്പോഴും എൻ്റെ കണ്ണിന് മുൻപിൽ വന്നിട്ടുണ്ട്, പലപ്പോഴും ജീവിക്കുന്നത് എന്തിനാണെന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഒരർത്ഥമില്ലാത്ത ജീവിതം, ഒരു ഗുണവുമില്ലാത്ത ജീവിതമാണ് എൻ്റെ, ആർക്കു വേണ്ടിയിട്ട് ജീവിക്കണം, ഇങ്ങനെയൊക്കെ വേദനാജനകമായ ഭാഗങ്ങൾ നമ്മൾ ഉദ്ധരിക്കാറുണ്ട്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി അങ്ങനെ പറഞ്ഞ് വിഷാദിച്ച് വേദനിച്ച് തകർന്നിരിക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇടപെടുന്നു. മരണവാതിലുകളിൽ നിന്ന് നമ്മെ ഉദ്ധരിക്കുന്നൊരു ദൈവമുണ്ട്. ഏതൊക്കെ പ്രതികൂലങ്ങൾ നമ്മുടെ നേരെ വന്നോ, ഏതൊക്കെ പ്രതിസന്ധികൾ നമ്മുടെ പടകിനും നേരെ ആടി ഉലയ്ക്കുന്നുണ്ടോ, ഇന്ന് അതിനെ നോക്കി നാം പറയണം, എനിക്ക് നല്ലൊരു കർത്താവ് ആശ്രയിക്കാനുണ്ട്. ഞാൻ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നിടത്തോളം കാലം എന്നെ തകർക്കാനോ എന്നെ നശിപ്പിച്ചു കളയാനോ ഈ ലോകത്തിൻ്റെ ഒരു പ്രതിസന്ധികൾക്കും കഴിയത്തില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുവാനും അധരങ്ങൾ തുറന്ന് പറയുവാനും ഇടയായി തീരണം. അത് ഇയ്യോബ് പറയുന്നത് അതാണ്. എല്ലാം തകർന്നാലും, ശരീരം തകർന്നാലും, തലമുറകൾ തകർന്നാലും, ആമീൻ, സ്വത്തുവകകൾ തകർന്നാലും, കുടുംബം തകർന്നാലും, ആമീൻ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടട്ടെ. മരണവാതിലുകളെ നീക്കുവാൻ, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകളെ നൽകിത്തരുവാൻ ഈ ലോകത്തിലെ ഒരു നേതാക്കന്മാർക്ക് കഴിയാതിരിക്കുമ്പോൾ, ഈ ലോകത്തിലെ ഒരു മതനേതാക്കന്മാർക്കും കഴിയാതിരിക്കുമ്പോൾ, അതിനെ നീക്കം ചെയ്യുന്ന, ഏതു തരത്തിൽ മുൻപോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഏറ്റവും പരമപ്രധാന ഉദ്ദേശമുള്ള ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. ആ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെക്കുവാനിടയായി തീരണം. അടുത്ത പദം ഇങ്ങനെയാണ് പറയുന്നത്, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സമൂഹത്തിനകത്ത് നമ്മെ പല വിധത്തിൽ പകയ്ക്കുന്ന ആളുകളുണ്ട്. പല വിധത്തിൽ നമ്മുടെ നേരെ പകയ്ക്കുന്ന വാക്കുകൾ പറയുന്നവരുണ്ട്. നാം അറിയാതെ മറ്റുള്ളവരോട് പറയുന്ന, നമ്മെ പകച്ചു പറയുന്ന വാക്കുകളുണ്ട്. നാം കേട്ടിട്ടില്ലാത്ത, നാം അറിഞ്ഞിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുന്ന പകയ്ക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ഇന്ന് ആ വാക്കുകളെ നോക്കി പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മെ ഉറപ്പിക്കുകയാണ്, നമ്മെ പകയ്ക്കുന്നവരാൽ നേരിടുന്ന കഷ്ടം
കഷ്ടത്തെ അറിയുന്നൊരു ദൈവമുണ്ട്. ആരാ പ്രിയപ്പെട്ടവരെ നമ്മെ പകച്ചുകൊണ്ടിരിക്കുന്നത്? ഒട്ടനവധി സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് ഇന്നലകളിൽ പറഞ്ഞ, ഞാൻ എന്തു വന്നാലും കൂടെ കാണുമെന്ന് പറഞ്ഞവർ ഒരുപക്ഷെ പകച്ചു മാറി നിന്നേക്കാം. സ്നേഹിക്കുമെന്ന് പറഞ്ഞവർ സ്നേഹം വെടിഞ്ഞവർ നമ്മെ പകച്ചു കളഞ്ഞേക്കാം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നമ്മെ പകയ്ക്കുന്നവരാൽ നമുക്ക് നേരിടുന്ന ചില കഷ്ടങ്ങളെ നോക്കി നമുക്ക് വേണ്ടി അടുത്തൊരു കാലഘട്ടം, അടുത്തൊരു സീസണെ തുറന്നു തരുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടിയിട്ടുണ്ട്. തല താഴ്ത്തിക്കളയുവാൻ, നാം തകർന്നു പോകുവാൻ ഇടവരുത്താത്ത നല്ലൊരു ദൈവം നമുക്കുണ്ട്. യോസഫിന്റെ ജീവിത ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്കറിയാം, കൂടെ നിൽക്കേണ്ട, തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ട സഹോദരന്മാർ യോസഫിനെ പകയ്ക്കുന്നു. ദേ സ്വപ്നക്കാരൻ വരുന്നു എന്ന് പറഞ്ഞ് പകച്ചവനെ പൊട്ടക്കണറ്റിൽ എറിഞ്ഞു കളയുമ്പോൾ സ്വന്തം സഹോദരനാണെന്ന് ചിന്തിക്കാതെ പകച്ചു കളയുകയാണ്. അതിൻ്റെ നടുവിലും സഹോദരന്മാരെ പകയ്ക്കാതെ യോസഫ് നിന്ന വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് അവനെ ഉപമുഖ്യമന്ത്രിയാക്കി മാറ്റുവാനുള്ള ദൈവിക പദ്ധതി പോലും മിസ്രൈമിന്റെ മണ്ണിൽ, മിസ്രൈമിന്റെ ഫറവോന്റെ ഹൃദയത്തിനകത്ത് ദൈവം കൊടുത്തെങ്കിൽ ഇന്ന് പകയ്ക്കുന്നവർ പലരാലും പകയ്ക്കപ്പെടുന്നവരാണോ? പലരും മാറ്റി നിർത്തുന്നവരാണോ? പലരും അവഗണിച്ച് കളയുന്നവരാണോ നമ്മൾ? അതിൻ്റെ നമ്മളെ തല താഴ്ത്തുവാൻ അനുവദിക്കാതെ ദൈവിക പദ്ധതികളും ദൈവിക പ്ലാനുകളും നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി നമ്മെ ഉദ്ധരിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ഈ വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറയുന്നു, മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നൊരു ദൈവം, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടത്തെ നോക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടങ്ങളെ കാണാൻ നമ്മുടെ കൂടപ്പറമ്പുകൾക്ക് കഴിഞ്ഞില്ലെന്ന് വരാം, നമ്മുടെ ആ മിഷ്ടോത്രം ചുറ്റും നിൽക്കുന്നവർക്ക് കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷെ നമ്മുടെ കഷ്ടത്തെ കാണുന്ന നല്ലൊരു കർത്താവ് ഇന്നു പകലും ജീവിക്കുന്നുണ്ട്. ഇന്നു പകൽ വളരെ ദൈവാശ്രയ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ, കർത്താവിൽ പൂർണ്ണയാശ്രയം വെച്ച് നമുക്ക് മുൻപോട്ട് പോകാം. തളർന്നു പോകാതെ ഈ മരുഭൂമി യാത്രയിൽ മുൻപോട്ട് അതിശക്തിയോടെ മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.